Opening Hours with MyFin. Good morning, ma'am, and welcome to the show. Good morning, Jasmine. Thank you. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെ തന്നെ ഇപ്പോൾ ഒരു പാനിക് സെല്ലിങ്ങിൻ്റെ ആഘാതം എത്രത്തോളം ആകും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ തന്നെയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. ഇന്നിപ്പോൾ 126 പോയിൻറ്റ്സിൻ്റെ ഒരു ഇടിവ് ഇപ്പോൾ കാണുന്നുണ്ട്. 0.5%-ൻ്റെയാണ് ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിൽ ഈ തുടരുന്ന ഒരു സെൽ ഓഫിനെ മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൻ്റെ ഒരു ആഘാതം അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഇനിയും എത്രത്തോളം ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് ആണ് ടെക്നിക്കലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടെക്നിക്കലി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കറന്റ്ലി നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 25,560 അല്ലെങ്കിൽ 25,500 എന്നുള്ള ലെവൽ തന്നെ എടുക്കുക. ആ ലെവൽ ഏകദേശം 100 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന്റെ അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ പോസിറ്റീവ് തിങ്, നമ്മൾ 200 മൂവിങ് ആവറേജിന് എബവ് ആയിട്ടാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോഴാണ് കറന്റ്ലി ഒരു 2 ദിവസമായിട്ടാണ് ഈ സൂപ്പർ ട്രെൻഡ് കുറച്ച് നെഗറ്റീവായിട്ട് കാണിക്കുന്നത്. അത് മാത്രമല്ല നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ 15 അല്ലെങ്കിൽ 16 ഒരു ക്യാൻഡിലാണ് നല്ല ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്ന 25,700 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അവിടെ നിന്ന് അത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 26,300 26,400 ആ ലെവൽ വരെ എത്തിയിട്ട് തിരിച്ച് താഴോട്ട് വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ കരുതേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഗ്ലോബൽ പൊളിറ്റിക്സ് ഭയങ്കര വേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴെ പോകാം. പക്ഷേ ടെക്നിക്കൽ അനാലിസിസ് വഴി ഇതൊരു നല്ല റേഞ്ചാണ്. അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ 25,300 25 ഉള്ള ലെവലിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്. RSI നോക്കുവാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്നത്. എന്നാലും RSI ഭയങ്കര മോശമാണ് എന്ന് പറയാൻ പറ്റില്ലാത്ത ഒരു ലെവലിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ MACD നോക്കുവാണെങ്കിലും തിരിച്ചു കയറണോ, സിഗ്നലിനെ വെട്ടി തിരിച്ചു കയറണോ എന്നുള്ള ഒരു ചാൻസിൽ നിൽക്കുകയാണ് ഡെയിലി ചാർട്ടിൽ നോക്കുവാണെങ്കിൽ. അപ്പം പൊതുവെ നോക്കുവാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ഭയങ്കര നെഗറ്റീവായിട്ടോ ഭയങ്കര പോസിറ്റീവായിട്ടോ കരുതേണ്ട കാര്യമില്ല. ഇനി ഒരു നല്ലൊരു ക്രോസ് ഓവർ ഏതെങ്കിലും ഒരു EMAയിൽ നല്ലൊരു ക്രോസ് ഓവർ മുകളിലേക്ക് കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മൾ ബുള്ളിഷ് ആണ് എന്ന് കരുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിൽ നിൽക്കാം. ഓക്കെ മാം, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും സമാനമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണുള്ളത്. എങ്ങനെയാണ് നോക്കുന്നത്? സമാനമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് നിഫ്റ്റി ബാങ്കിലും കാണുന്നത്. കാരണം നിഫ്റ്റി ബാങ്കിൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ 60,200 എന്നുള്ള ലെവലിനും 60,200 എന്നുള്ള ലെവലിനും 58,000 എന്നുള്ള ലെവലിനും ഇടയിലായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ നവംബർ തുടങ്ങി ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലൊരു കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ എടുക്കേണ്ടതാണ് നിഫ്റ്റി ബാങ്കിൽ. കാരണം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ 50-day മൂവിങ് ആവറേജിന് അടുത്താണ് ഈ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേത് 100-day മൂവിങ് ആവറേജിന്റെ അടുത്തായിരുന്നു. 50 ക്രോസ് ചെയ്ത് നിഫ്റ്റി താഴോട്ട് വന്നിരുന്നു. പക്ഷെ ബാങ്ക് ഇൻഡെക്സ് അങ്ങനെ ചെയ്തിട്ടില്ല. ബാങ്ക് ഇൻഡെക്സ് ഇപ്പോഴും 50-ൽ നിൽക്കുന്നു. അപ്പൊ കുറച്ചും കൂടെ ഒരു ശകലം സ്ട്രെങ്ത് കൂടുതൽ ബാങ്ക് ഇൻഡെക്സിന് ഉണ്ട് എന്ന് കരുതേണ്ടതാണ്. മാത്രമല്ല RSI ലെവൽ നോക്കുവാണെങ്കിൽ നിഫ്റ്റിയെക്കാളും കുറച്ച് ഭേദപ്പെട്ട ലെവലിൽ തന്നെയാണ് ബാങ്ക് ഇൻഡെക്സ് നിന്നുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ പറ്റും. MACD ലെവലും കുറച്ച് ബെറ്റർ ആയിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് 58,000 എന്നുള്ള ലെവലിലേക്ക് താഴേക്ക് പോവുകയാണെങ്കിലാണ് നിഫ്റ്റി ബാങ്ക് കുറച്ച് ബെയറിഷ് ആണ് എന്ന് പറയാൻ സാധിക്കുക. അല്ലെങ്കിൽ ഈ 60,200 മുകളിലേക്ക് പോവാണെങ്കിൽ ബുള്ളിഷ് ആണെന്ന് പറയാൻ സാധിക്കും. ഇപ്പൊ കറന്റ്ലി ആ റേഞ്ച് ബൗണ്ട് ഏരിയയിൽ തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. മാം, നമ്മൾ സെക്ടേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് IT ഒരു 0.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് IT ഭീമന്മാരുടെ ക്വാർട്ടർലി റിസൾട്ടുകളിലേക്കാണ് ഇന്ന് മാർക്കറ്റ് ഒന്ന് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സബ്ഡ്യൂഡ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് പ്രധാനപ്പെട്ട IT കമ്പനീസ് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. നമുക്ക് മിഡ് ക്യാപ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ലാർജ് ക്യാപ് കമ്പനികൾ കുറച്ച് ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ വരാൻ ഉള്ള സാധ്യതയാണ് ബ്രോക്കറേജുകളും പങ്കുവയ്ക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഒരു ഇയറിൽ ITയുടെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14.17% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ടെക്നിക്കലി ITയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടേൺ അറൗണ്ടിന്റെ ഒരു ഇൻഡിക്കേഷൻസ് കാണുന്നുണ്ടോ? കറന്റ്ലി ഒരു പോസിറ്റീവ് വ്യൂ IT-യിലുള്ളത് MACD ലെവൽസ് ആണ്. MACD ലെവൽ ഒരു ക്രോസ് ഓവർ ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഈ സെൽ ഓഫിന് ഒരു സ്ട്രെങ്ത്, ഹിസ്റ്റോഗ്രാമിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നത് പോലെയാണ് കാണുന്നത്. അതായത് സെല്ലേഴ്സ് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കാണുന്നത്.
സ്റ്റിൽ അതെല്ലാം ഗ്ലോബൽ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനെ അനുസരിച്ചിരിക്കും. എന്നാലും ടെക്നിക്കൽ ചാർട്ട് കുറച്ച് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ RSI ലെവല് 40ക്ക് താഴെ പോയിക്കൊണ്ടിരിക്കുമോ എന്നൊരു സംശയം കാണിക്കുന്നുണ്ട്. ആയിട്ടില്ല. സ്റ്റിൽ ഒരു പോസിറ്റീവ് റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. 46 എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല മെജോറിറ്റി ഓഫ് ദ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജുകൾക്ക് മുകളിൽ തന്നെയാണ് IT ട്രേഡ് ചെയ്യുന്നത് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അത്ര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല IT നടക്കുന്നത്. ഇത് മേ ബി ഒരു നാച്ചുറൽ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡോ അക്യുമുലേഷൻ ഫേസോ എന്തെങ്കിലും ആയിരിക്കാം. ആ ഒരു റേഞ്ചിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ഒരു 40,000 മുകളിലേക്ക് IT പോകാൻ സാധിച്ചാൽ മാത്രമേ നമുക്കത് ബുള്ളിഷായിട്ട് കരുതാൻ സാധിക്കുള്ളൂ. കറന്റ്ലി ഒരു അക്യുമുലേഷൻ ഫേസ് ആയിരിക്കാം എന്ന് ഈ ടെക്നിക്കൽ ചാർട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എസ്പെഷ്യലി ക്വാർട്ടർലി റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്ന അവന്യൂ സൂപ്പർ മാർട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ സ്റ്റോക്ക് ഏതാണ്ട് ഒരു 2.5% കൂടുതൽ നേട്ടം ഓൾറെഡി തന്നു കഴിഞ്ഞിരിക്കുകയാണ്. കമ്പനിയുടെ വരുമാനം, ലാഭം, എബിഡ തുടങ്ങിയ പ്രധാനപ്പെട്ട പാരാമീറ്ററുകളിലൊക്കെ തന്നെ ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അവന്യൂ സൂപ്പർ മാർട്ടിലുള്ള മാമിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? അവന്യൂ സൂപ്പർ മാർട്ട് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കറന്റ്ലി താഴേക്കുള്ള ഒരു 3,400 എന്നുള്ള ലെവലിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്നു. ബട്ട് നല്ലൊരു റിസൾട്ടിനാലേ ആയിരിക്കും അത് കുറച്ചും കൂടെ പൊങ്ങി മുകളിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പോസിറ്റീവ് നൊട്ടേഷൻ ഇതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RSI ലെവലിൽ നല്ല റേഞ്ചിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് നല്ല പോസിറ്റീവ് വ്യൂ ആണ് കാണിക്കുന്നത്. അത് മാത്രമല്ല കറന്റ്ലി ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ MACD ലെവലും ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഹൈലി പോസിറ്റീവ് ഹിയർ. നമുക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വന്നിരിക്കുന്ന ഗ്രീൻ വോള്യൂം, അതും നല്ല പോസിറ്റീവാണ്. എസ്പെഷ്യലി 7th ജാനുവരിക്ക് വന്നിരിക്കുന്ന ആ വോള്യൂം നല്ല പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. സോ പോസിബിളി ഇവിടെ കുറച്ചൊരു പോസിറ്റീവ് വ്യൂ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലും 50-day മൂവിങ് ആവറേജിന്റെ അടുത്താണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക്, അതായത് 3,900 എന്നുള്ള ലെവലിന് മുകളിലേക്ക് ഇത് നല്ലൊരു പോസിറ്റീവ് ഗ്രീൻ കാൻഡിൽ തന്നാൽ മാത്രം ഇതിൽ ഇമ്മീഡിയറ്റ് പോസിറ്റീവ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ. ഒരുപക്ഷെ ലോങ് ടേമിൽ കറണ്ട് ലെവലിലും നല്ലതായിരിക്കും. മറ്റൊരു സ്റ്റോക്ക് IREDA ആണ്. ഇന്നിപ്പോൾ ഒരു 3.5% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. മികച്ച ക്വാർട്ടർലി നമ്പേഴ്സ് തന്നെയായിരുന്നു IREDA സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി അസറ്റ് ക്വാളിറ്റി കാര്യമായിട്ടുള്ള രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ക്വാർട്ടർലി റിസൾട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ അടുത്ത് തന്നെയായിരുന്നു ഒരു ഹൈ IREDA ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് 227 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ. നിലവിൽ ഈ ഒരു പോസിറ്റിവിറ്റി തുടരാനുള്ള ഒരു ചാൻസസ് ആണ്. ടെക്നിക്കലി എങ്ങനെയാണ് നോക്കുന്നത്? ടെക്നിക്കലി കറന്റ്ലി IREDA നല്ലൊരു ലെവൽസ് ആണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ RSI എന്നുള്ള ലെവല് 50ക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഹൈലി പോസിറ്റീവ്. കുറച്ച് ദിവസങ്ങളിലെ ഗ്രീൻ ക്യാൻഡിൽസും നല്ല മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതിലൊരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിൽസ് പോയിട്ടുള്ളത് സസ്റ്റെയിൻ ചെയ്യാൻ ഇതിന് സാധിക്കണം. 140 എന്നുള്ള ലെവലിന് മുകളിലേക്ക് ക്രോസ് ചെയ്ത് പോകാൻ സാധിക്കണം. കറന്റ്ലി ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ 100-day മൂവിങ് ആവറേജിനും താഴെയാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ 200-day മൂവിങ് ആവറേജ് നോക്കുവാണെങ്കിലും അതിനും ഹൈലി താഴെയാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 200-day മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ 155 ആണ്. അതിനും ഒരുപാട് താഴെയാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വെയിറ്റ് ആൻഡ് വാച്ച് ഇൻ ദി സ്റ്റോക്ക്. നമ്മളൊരു നല്ലൊരു മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്തതിന് മുകളിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഹൈലി പോസിറ്റീവ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. സ്റ്റിൽ ഒരു പോസിറ്റീവ് വ്യൂ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ചാർട്ടിൽ. MACD ലെവൽ ക്രോസ് ചെയ്ത് താഴേക്ക് പോകുമോ എന്ന് സംശയമുണ്ട്. സോ വെയിറ്റ് ആൻഡ് വാച്ച് ഇൻ ദിസ് ചാർട്ട്. മാം, അവസാനമായിട്ട് മണപ്പുറം ഫിനാൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് മണപ്പുറത്തിന് സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4% കൂടുതലുള്ള ഒരു നേട്ടമാണ് രേഖപ്പെടുത്തുന്നത്. എസ്പെഷ്യലി മണപ്പുറത്തിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബെയിൻ ക്യാപിറ്റലിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കമ്പനി നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 7%-ലധികം സ്റ്റോക്ക് താഴെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു ഡീലിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ മികച്ച നേട്ടം രേഖപ്പെടുത്തുകയുമാണ്. ഈ മണപ്പുറത്തിലുള്ള മാൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? മണപ്പുറത്തിൽ ഇന്ന് ഫോം ചെയ്യുന്ന ക്യാൻഡിലിന്റെ ഡയറക്ഷൻ ശരിക്കും വാച്ച് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ള ടെക്നിക്കൽ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. സ്റ്റിൽ
നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം, ഇപ്പം 49 എന്നുള്ള ലെവലിലേക്ക് RSI മുകളിലേക്ക് പോയിട്ടുണ്ട്. MACD ലെവൽ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസും കാണിക്കുന്നുണ്ട്. സ്റ്റിൽ ഇതിനകത്തുള്ളത് ഇന്നത്തെ ക്യാൻഡിൽ ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിൽ, ഒരു ഇൻസൈഡർ ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തെ 312-നും 278-നും 278-നും ഇടയിലുള്ള, അതായത് 312-നും 278-നും ഇടയിലുള്ള ഒരു ചെറിയ ക്യാൻഡിലായിട്ടാണ് ഇന്ന് ഇത് ഫോം ചെയ്തേക്കുന്നത്. ഈ ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അടുത്ത ദിവസം വരുന്ന ക്യാൻഡിൽ ഇതിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഹൈലി പോസിറ്റീവായിട്ട് തിരിച്ച് ആ 52 വീക്ക് ഹൈ ആയ 320 വരെയെങ്കിലും എത്താനുള്ള ചാൻസ് ഉണ്ട്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ജാസ്മിൻ. Opening hours with MyFin.